വാർത്തകൾ വായിക്കുന്നത് ആരായാലും കേട്ടാൽ പോരെ. മഞ്ഞൾപ്പൊടിയുമായി ഇൻസ്റ്റാഗ്രാം ട്രെൻഡ് വീഡിയോ കളിച്ച യുവാവിന് വീട്ടമ്മയുടെ ക്രൂരമർദ്ദനം. മഞ്ഞപ്പൊടി വെള്ളത്തിലേക്കിട്ട് മെല്ലെ അത് താഴേക്ക് പോകുമ്പോൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന കുഞ്ഞുവാവയ്ക്കും 34 വയസ്സുള്ള ഗുണ്ട ബിജു എന്ന് വിളിക്കുന്ന ആപ്പി ബിജുവിനുമാണ് മർദ്ദനവുമേറ്റത്. ബംഗ്ലാദേശിൽ നിന്നും മഞ്ഞപ്പൊടിയുമായി കേരളത്തിലേക്ക് വരവേ സ്വദേശികൾ ലോറി തടഞ്ഞു നിർത്തി മഞ്ഞപ്പൊടി ബംഗ്ലാദേശിൽ തിരിച്ചിറക്കി. മഞ്ഞപ്പൊടി കിട്ടാതായതോടുകൂടി കേരളത്തിലെ മഞ്ഞപ്പൊടിക്ക് വൻ വിലക്കയറ്റം കുതിച്ചുയരുന്നു. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ളവർക്ക് ലൈക്കുകൾ വാരിക്കോരി നൽകിയിട്ടും തിരിച്ചു നൽകാത്തവരെ അമ്മ വൈബെന്ന് വിളിക്കാൻ ഫേസ്ബുക്ക് അസോസിയേഷൻ തീരുമാനിച്ചു. സ്വന്തം പേജിൽ 4K ലൈക്കും 5K ലൈക്കും ആയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ലൈക്ക് നൽകാത്തത് അവർക്കുള്ള ഈഗോയാണോ അതോ അമ്മ വൈബാണോ എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നും ഫേസ്ബുക്ക് അസോസിയേഷൻ ചൂണ്ടിക്കാണിച്ചു. ഇരുട്ട വെളുക്കെ വാട്സാപ്പിൽ നിറഞ്ഞു നിന്ന് ഹായ് വിട്ടാലും മറുപടി നൽകാതെ ഒളിഞ്ഞു നോക്കുന്നവർക്കെതിരെ ഒളിപ്പോരാളി എന്ന പേര് നൽകാൻ വാട്സാപ്പ് അഡ്മിന്മാർ കൂട്ടമായി തീരുമാനമെടുക്കുകയുണ്ടായി. ചിലർ കാലത്തൊരു ഗുഡ് മോർണിംഗും വൈകിട്ടൊരു ഗുഡ് നൈറ്റും മാത്രമേ നൽകുന്നുള്ളൂ എന്നും നേരം വെളുത്താൽ ഇരുട്ടുവോളം ഗ്രൂപ്പിൽ കയറി കോയി എന്ന് വിളിച്ചാൽ പോലും ചില ഒളിപ്പോരാളികൾ ഒളിഞ്ഞു നോക്കുന്നത് മാത്രമല്ല മറുപടികൾ ഒന്നും വിടുന്നില്ലെന്നും പരാതിയിൽ ഉന്നയിച്ചു. രാത്രി 12 മണി മുതൽ രാവിലെ 6 മണി വരെ ഫ്രീ ആയി നൽകുന്ന നെറ്റ് താൽക്കാലികമായി നിർത്തിവെച്ചു. രാത്രി 12 മണി കഴിഞ്ഞാൽ ഫ്രീ ആയി നൽകുന്ന നെറ്റ് ഉപയോഗിച്ച് കാമുകിമാരുടെ ഉറക്കം കെടുത്തുന്ന പൂവാലന്മാർക്ക് വലിയ തിരിച്ചടിയായി. 12 മണിയായി കഴിഞ്ഞാൽ കൂട്ടം കൂടി വിളിക്കുന്ന പൂവാലന്മാരുടെ നെറ്റുകൾ നെറ്റ്വർക്ക് ബിസിയായത് കാരണം പരസ്പരം കോളുകൾ മാറിക്കയറി കണ്ടവന്റെ കാമുകിമാരെ മറ്റുള്ളവർ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നെറ്റ്വർക്ക് ടീമിന് പൂവാലൻ അസോസിയേഷൻ പരാതി നൽകി. പരാതിക്ക് സ്വീകാര്യമായ മറുപടി പ്രതീക്ഷിച്ചില്ലെങ്കിൽ നാളിതുകളിൽ കേരളം കണ്ടിട്ടില്ലാത്ത സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പൂവാല അസോസിയേഷൻ വാർത്താവിനിമയ ചാനലിനോട് പറഞ്ഞു. നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശഭൂമി വാർത്തകൾ.